ഹായ് എവരിവൺ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ ഓഫ് കറണ്ട് അഫയേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന സെക്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടു, പഠിച്ചു, മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിനി നെക്സ്റ്റ് ഒത്തിരി എക്സാംസ് വരികയാണല്ലേ. സെപ്റ്റംബർ 9 ആ CGL സ്റ്റാർട്ട് ചെയ്യാണ്. CGLൻ്റെ സിറ്റി, ഡേറ്റ്, അതുപോലെ ഷിഫ്റ്റ് അറിയാനുള്ള സ്റ്റാറ്റസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഏത് ഷിഫ്റ്റാണ് ഏത് ദിവസമാണ് എക്സാം വരുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഫാസ്റ്റപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻസ് ഇപ്പോൾ ഒരു തഞ്ചത്തിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും ആ ഒരു ഫാസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ നല്ല രീതിക്ക് നിങ്ങൾ പുരോഗമനം ഉണ്ടാക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ മോക്കൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഒരു 1 hour ആ ഒരു മോക്ക് സെക്ഷന് വേണ്ടിയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഡിസ്ട്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് വന്ന് വീണ്ടും മോക്ക് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോകാതിരിക്കുക. നിങ്ങളൊരു മോക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആ ഒരു എക്സാം ഹാളിൽ ഇരിക്കുന്ന സീരിയസ്നെസ്സിൽ തന്നെ നിങ്ങൾ മോക്ക് ചെയ്ത് തുടങ്ങണം. ഓക്കെ. മോക്ക് ചെയ്ത് തുടങ്ങാനുള്ള ടൈമൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും അങ്ങനെയല്ല നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ മോക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ അനാലിസിസും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പാറ്റേണിൽ എക്സാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അനാലിസിസും കറക്റ്റായിട്ട് ചെയ്തോളാം. ഓക്കെ. മോക്ക് നിങ്ങൾ ഒഴിവാക്കിയേ ചെയ്യരുത്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുത്താൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു സ്കോറ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് പോവാം. എല്ലാ എക്സാംസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. വേറെ ഏത് ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യുന്നത് പോലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഒരു വാസ്റ്റ് റേഞ്ച് ഓഫ് ടോപ്പിക്കാണത്. നമുക്ക് എവിടെ നിന്ന് ചോദിക്കുന്നു പോലും പറയാൻ പറ്റത്തില്ല കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അത്രയും വലിയൊരു വാസ്റ്റ് ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിക്ക് കൂടെ തന്നെ പഠിച്ചു പോയിക്കോളാം. അതിനുശേഷം നിങ്ങൾ എക്സാമിന് എഴുതാൻ നേരത്തെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ വെറുതെ കളയരുത്. ഓക്കെ. അപ്പോൾ നമ്മുടെ സെക്ഷനിലേക്ക് പോവാം. Okay, about first question, okay, which is the first northeast state to achieve 100% Har Ghar Jal status? 100% Har Ghar Jal status achieve ചെയ്ത ഫസ്റ്റ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഏതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്കറിയാം ഫസ്റ്റ് സ്റ്റേറ്റ് ഏതാണ് നല്ല ക്വസ്റ്റ്യൻ, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഫസ്റ്റ് സ്റ്റേറ്റ് അല്ല, ഫസ്റ്റ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ് ആണെന്ന് കരുതി നിങ്ങൾ ആൻസർ കുത്താൻ വേണ്ടി പോകരുത്. നിങ്ങൾ ചിലപ്പോൾ ഇതായിരിക്കും പഠിച്ചിട്ടുള്ളത്, ഫസ്റ്റ് സ്റ്റേറ്റ് ആയിരിക്കും പഠിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചോളാം. ഓക്കെ. നോക്കിയേ, ആസാം, ത്രിപുര, അരുണാചൽ പ്രദേശ്, സിക്കിം, ഇതിലേതായിരിക്കും ഫസ്റ്റ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ടു അച്ചീവ് 100% ഹർ ഘർ ജൽ സ്റ്റാറ്റസ്? ഏതാണ് നിങ്ങൾ നോക്കിയേ. ആൻസർ ഏതായിരിക്കും? ആസാം ആണോ? നോ. ത്രിപുര? നോ. അപ്പൊ ഏതാ? അരുണാചൽ പ്രദേശ്. ആൻസർ ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ് ഫസ്റ്റ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ടു അച്ചീവ് ഹർ ഘർ ജൽ സ്റ്റാറ്റസ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗോവയാണ് കേട്ടോ. ഫസ്റ്റ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവയാണ്. ഓക്കെ. ഇനി ഈ ഹർ ഘർ ജൽ സ്റ്റാറ്റസ് ഏത് മിഷന്റെ അണ്ടറിലാണ്? ജൽ ജീവൻ മിഷന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ജൽ ജീവൻ മിഷൻ ലോഞ്ച് ചെയ്തത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 ഓഗസ്റ്റ് 15 ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണെന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്? ആ ഒരു പേര് തന്നെ ഉണ്ട് കേട്ടോ. മിനിസ്ട്രി ഓഫ് ജൽ ശക്തിയുടെ അണ്ടറിലാണ് ജൽ ജീവൻ മിഷൻ വരുന്നത്. ഓക്കെ. ഇനി ഇപ്പോഴത്തെ മിനിസ്ട്രി ഓഫ് ജൽ ശക്തി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആരാണ്? CR പട്ടേൽ ആണ് അല്ലേ. ആരാണ്? CR പട്ടേൽ. CR പട്ടേലാണ് ഇപ്പോഴത്തെ ജൽ ശക്തി മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? ഓഗസ്റ്റ് 15, 2019 അതുപോലെ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്? ജൽശക്തി മിനിസ്ട്രിയുടെ അണ്ടറിലാണ്. ഇനി എന്താണ് എയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 എല്ലാ റൂറൽ ഹൗസ് ഹോൾഡ്സിലും സേഫ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു മിഷന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? ഗോവ അല്ലേ. അപ്പോ ബാക്കി സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ് ഗോവ, സെക്കൻഡ് സ്റ്റേറ്റ് ഏതാ നോക്കി? തെലങ്കാന, പിന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, പുതുച്ചേരി, ഡാമൻ ഡ്യൂ, ഹരിയാന, ഗുജറാത്ത്,
പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്. ലേറ്റസ്റ്റ് ആയിട്ട് ആരാണ്? അരുണാചൽ പ്രദേശ്. ലേറ്റസ്റ്റ് ആയിട്ട് അരുണാചൽ പ്രദേശ് ആണ് ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗോവയാണ്, ഫസ്റ്റ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് ആണ്. ഇതിനിടയിൽ വരുന്ന സ്റ്റേറ്റ് ടോട്ടൽ 10 സ്റ്റേറ്റ്സിനാണ് കിട്ടിയിട്ടുള്ളത്. ബട്ട് ഇതിനിടയിൽ വരുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ഗോവ, തെലങ്കാന, ആൻഡമാൻ നിക്കോബാർ, പുതുച്ചേരി, ഡാമൻ ഡ്യൂ, ഹരിയാന, ഗുജറാത്ത്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്. ഓക്കെ ആണോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, next question. India's first indigenous spy satellite has been developed by. ഇന്ത്യയിലെ ആദ്യത്തെ സ്പൈ സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഏത് കമ്പനി അല്ലെങ്കിൽ ഏത് സ്പേസ് ഏജൻസി ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? ISR, TASL, HAL ആണോ അതോ സ്പേസ് എക്സ് ആണോ? ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഫസ്റ്റ് സ്പൈ സാറ്റലൈറ്റ്, ഇൻഡിജീനസ് സ്പൈ സാറ്റലൈറ്റ് ഏതാണ് ആൻസർ? നിങ്ങൾക്ക് മോസ്റ്റ്ലി ആൻസർ പറയാൻ തോന്നുന്നത് ഏതായിരിക്കും? ISR ആണല്ലേ? ISR അല്ല കേട്ടോ, ISR അല്ല. മോസ്റ്റ്ലി നിങ്ങൾ ഗസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് സ്പേസ് സാറ്റലൈറ്റ് റിലേറ്റഡ് ആണ്. അപ്പോൾ ISR ആയിരിക്കും. അല്ല, ISR അല്ല, TASL ആണ് കേട്ടോ. ഏതാണ്? TASL ആണ് ഫസ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡിജീനസ് സ്പൈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. TASL ആണ്, ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ്. ഓക്കെ, അപ്പൊ TASL ആണ് ഇത് ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഏതിലാണ് ലോഞ്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലാണ് ലോഞ്ച് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേസ് എക്സ് റോക്കറ്റിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിലെ ഇൻഡിജീനസ് സ്പൈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് TASL ആണ്. TASL എന്താണ്? ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ്. ആൻഡ് വിൽ ബി ലോഞ്ച്ഡ് ബൈ സ്പേസ് എക്സ് റോക്കറ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ക്വാഡ് ഗ്രൂപ്പ്? ക്വാഡ് ഗ്രൂപ്പിലെ മെമ്പർ അല്ലാത്ത കൺട്രി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്വാഡ് ഗ്രൂപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്വാഡ് സബ്മിറ്റ് നടത്തി ക്വാഡ് ഗ്രൂപ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്വാഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ഹിന്റ് തരാം. 4 മെമ്പേഴ്സ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. എത്ര മെമ്പേഴ്സ് ആണ്? 4 മെമ്പേഴ്സ് ആണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ക്വാഡ് ഗ്രൂപ്പിൽ വരുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈസ് നോട്ട് എ മെമ്പർ എന്നാണ് കേട്ടോ. ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ക്വാഡ് ഗ്രൂപ്പ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ക്വാഡ് ഗ്രൂപ്പിൽ ഉൾപ്പെടാത്ത മെമ്പേഴ്സ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ജപ്പാൻ. ഓക്കെ, നമ്മുടെ ഇന്ത്യ ക്വാഡ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണോ? ഇന്ത്യ ക്വാഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്. ഇതാണ് ക്വാഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്താണ്? ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്. അതെന്ന് പറയുന്നത് ഈ പറയുന്ന 4 മെമ്പേഴ്സിനിടയിൽ വരുന്ന ഒരു സെക്യൂരിറ്റി ഫോക്കസ്ഡ് ഗ്രൂപ്പാണ്. അതിനകത്ത് അവരുടേതായ ഒരു കോർപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്ത കൺട്രി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? നമ്മുടെ ഇന്ത്യ അതിന്റെ മെമ്പറാണോ? അത് ഇന്ത്യ അതിന്റെ മെമ്പറാണ്. ഓസ്ട്രേലിയ മെമ്പറാണ്, ജപ്പാൻ മെമ്പറാണ്. അപ്പൊ ഏത് മെമ്പർ അല്ലാത്തത്? ഫ്രാൻസ് ആണ് മെമ്പർ അല്ലാത്തത്. ഓക്കെ, ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ ഇവരെല്ലാം മെമ്പേഴ്സ് ആണ്. അതിന്റെ മെമ്പർ അല്ലാത്ത ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഫ്രാൻസ് ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ക്വാഡ് ഗ്രൂപ്പിൽ മെമ്പർ അല്ലാത്ത കൺട്രി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും കൺട്രി? ഫ്രാൻസ് ആണ്. അപ്പൊ 3 ഞാൻ പറഞ്ഞു. ഇനി അവസാനത്തെ ഒരാളാണ് US. ഓക്കെ, ഈ അടുത്തായിട്ട് US എന്ത് ചെയ്തു? ആ ബില്ല് പാസ് ചെയ്തിട്ടുണ്ട്, ക്വാഡ് ബില്ല് പാസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റീസെന്റ് അത് വന്നത് കാരണം, റീസെന്റ് ന്യൂസിൽ വന്നത് കാരണം നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താ? US ഹൗസ് പാസ്ഡ് ക്വാഡ് ബില്ല്. ഈ അടുത്തായിട്ട് ക്വാഡ് ബില്ല് പാസ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് പാസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ ആയിട്ടുള്ള കോപ്പറേഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പാസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ക്വാഡ് സെക്യൂരിറ്റി ഡയലോഗ് എന്നാണ്, ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. ക്വാഡ് ഗ്രൂപ്പിന്റെ ഫുൾ ഫോം. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2007 ആണ് കേട്ടോ. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2007 ആണ്. നമ്മൾ ജൽജീവൻ മിഷൻ എന്നാ എസ്റ്റാബ്ലിഷ് ചെയ്തത്? 2019 ആണല്ലേ. 2007 എന്താ ക്വാഡ് ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എത്ര മെമ്പേഴ്സ് എന്ന് ഞാൻ പറഞ്ഞു? 4 മെമ്പേഴ്സ് അല്ലേ. 4 മെമ്പേഴ്സ് ആണ് അതിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ, USA,
ജപ്പാൻ, ഓസ്ട്രേലിയ. ഓക്കെ, ഇന്ത്യ, USA, ജപ്പാൻ, ഓസ്ട്രേലിയ ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ 2024 ക്വാഡ് സബ്മിറ്റ് എവിടെ വെച്ചാണ് നടത്തുന്നത്? ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ടോട്ടൽ ആരൊക്കെയാണുള്ളത് ഈ പറയുന്ന ക്വാഡ് ഗ്രൂപ്പിൽ? ഇന്ത്യ, അതുപോലെ USA, അതുപോലെ ജപ്പാൻ, അതുപോലെ ഓസ്ട്രേലിയ. ഈ 4 കൺട്രീസ് ആണ് ക്വാഡ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. ഓക്കെ ആണോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which state designated Kanji Nemu as the official state fruit? Official state fruit ആയിട്ട് കഞ്ചി നെമുവിനെ ഡെസിഗ്നേറ്റ് ചെയ്ത സ്റ്റേറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ഈ ഒരു പിക്ചർ ഉണ്ടല്ലേ, ഇതാണ് കഞ്ചി നെമു. നോർമൽ ലെമൺ പോലെ തന്നെയാണ്, കുറച്ച് സൈസിന് അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിനുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ കഞ്ചി നെമു സ്റ്റേറ്റ് ഫ്രൂട്ട് ആയിട്ട് ഒഫീഷ്യലി ഡെസിഗ്നേറ്റ് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ബീഹാർ, തമിഴ്നാടു, ആസാം. ഓക്കെ, ആൻസർ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, ആസാം ആണ്. കജി നെമുവിനെ ആസാം നെമു എന്നും കൂടിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കജി നെമു സ്റ്റേറ്റ് ഫ്രൂട്ട് ആയിട്ട് വന്നിരിക്കുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? ആസാം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which institution launched a GROW initiative to transform India's wastelands? India's wastelands transform ചെയ്യാൻ വേണ്ടി GROW ഇനിഷ്യേറ്റീവ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. നീതി ആയോഗ്, RBI, നബാർഡ്, FAO. ഏതാണ് ആൻസർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ, ഏതാണ് ആൻസർ എന്ന് തോന്നുന്നത്? വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ലോഞ്ച്ഡ് GROW ഇനിഷ്യേറ്റീവ്? GROW ഇനിഷ്യേറ്റീവ് എന്താണ്? വേസ്റ്റ് ലാൻഡിനെയൊക്കെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ത്യയിലെ വേസ്റ്റ് ലാൻഡിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു GROW ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എടുത്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? നീതി ആയോഗാണ്. നീതി ആയോഗാണ് ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നീതി ആയോഗ് എടുത്ത ഇനിഷ്യേറ്റീവ് ആണ് GROW ഇനിഷ്യേറ്റീവ്. GROW എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീനിങ് ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് വേസ്റ്റ് ലാൻഡ്സ് എന്തിലേക്ക് മാറ്റുന്നു? ആഗ്രോ ഫോറസ്ട്രി വിത്ത് ആഗ്രോ ഫോറസ്ട്രി ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട്. അപ്പൊ GROW എന്താണ്? GROWയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീനിങ് ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് വേസ്റ്റ് ലാൻഡ്സ് വിത്ത് ആഗ്രോ ഫോറസ്ട്രിയിലേക്ക് മാറ്റുക. ഇന്ത്യയിലെ വേസ്റ്റ് ആയിട്ടുള്ള വേസ്റ്റ് ലാൻഡ്സ് എല്ലാം ആഗ്രോ ഫോറസ്ട്രി ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഇനിഷ്യേറ്റീവിന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എയിം എന്താണെന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ടു ട്രാൻസ്ഫോം വേസ്റ്റ് ലാൻഡ്സ് ഇൻറ്റു ആഗ്രോ ഫോറസ്ട്രി ലാൻഡ്സ് ആണ്. ഓക്കെ, 2030 ആവുമ്പോഴത്തേക്കും 200 മില്യൺ ഹെക്ടേഴ്സിനെ എന്ത് ചെയ്യണം? അത് 200 മില്യൺ ഹെക്ടേഴ്സിൽ ഡീഗ്രേഡഡ് ലാൻഡിനെ ട്രാൻസ്ഫോം ചെയ്യണം, റീസ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ് എയിം എന്ന് പറയുന്നത്. അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി ആയോഗ് ആണ്. ഒന്നുകൂടി പറയാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്? GROW ഇനിഷ്യേറ്റീവ് ടു ട്രാൻസ്ഫോം വേസ്റ്റ് ലാൻഡ്സ്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്? നീതി ആയോഗാണ്. നീതി ആയോഗാണ് ആ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്, അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ GROWയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീനിങ് ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് വേസ്റ്റ് ലാൻഡ്സ് വിത്ത് ആഗ്രോ ഫോറസ്ട്രി. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ ആണോ ക്വസ്റ്റ്യൻ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗുപ്തേശ്വർ ഫോറസ്റ്റ് ഓഫ് വിച്ച് സ്റ്റേറ്റ് ബിക്കെയിം ന്യൂ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്? ഏത് സ്റ്റേറ്റിലാണ് ഈ പറയുന്ന ഗുപ്തേശ്വർ ഫോറസ്റ്റ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഗുപ്തേശ്വർ ഫോറസ്റ്റ് ന്യൂ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുണ്ട്. അതിൽ അങ്ങനെ പുതിയ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുള്ള ഗുപ്തേശ്വർ ഫോറസ്റ്റ് എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എവിടെയാണോ, ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത് ഗുപ്തേശ്വർ ഫോറസ്റ്റ്? ഏത് സ്റ്റേറ്റ് ആണ് നിങ്ങൾക്ക് തോന്നുന്നു? ഒഡീഷ, ബീഹാർ, UP, മഹാരാഷ്ട്ര. ഏതാണ് ആൻസർ? ഒഡീഷയാണ് കേട്ടോ. ഒഡീഷയിലാണ് ഗുപ്തേശ്വർ ഫോറസ്റ്റ് 4ാമത്തെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. എത്രാമത്തേതാണ്? 4ാമത്തെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടാണ് ഒഡീഷയിലെ ഗുപ്തേശ്വർ ഫോറസ്റ്റ് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ കോരാപുട്ട് ഡിസ്ട്രിക്റ്റ് ആണ്. എവിടെയാണ് ലൊക്കേഷൻ വരുന്നത്? കോരാപുട്ട് ഡിസ്ട്രിക്റ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ 4th ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ്? ഒഡീഷയിലാണ്. അപ്പോൾ 4th ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ് ഓഫ് ഒഡീഷ എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗുപ്തേശ്വർ ഫോറസ്റ്റ് ആണ്.
ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. വിച്ച് സിറ്റി ഹാസ് ഓണേർഡ് വിത്ത് ദ ടൈറ്റിൽ ഓഫ് വാട്ടർ വാരിയർ? വാട്ടർ വാരിയർ സിറ്റി എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഓൺ ചെയ്ത സിറ്റി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് സിറ്റിയാണ് ഓണേർഡ് വിത്ത് വാട്ടർ വാരിയർ സിറ്റി? ഏത് സിറ്റിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ന്യൂഡൽഹി, നോയിഡ, ജയ്പൂർ, അതുപോലെ മുംബൈ. ഏതായിരിക്കും വാട്ടർ വാരിയർ? വാട്ടർ വാരിയർ എന്ന് പറഞ്ഞാൽ വേസ്റ്റ്, ഈ സീവേജ് വേസ്റ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അത് നല്ല രീതിക്ക് മാനേജ് ചെയ്യുന്ന സിറ്റിക്ക് കൊടുക്കുന്ന ഒരു ടൈറ്റിലാണ് വാട്ടർ വാരിയർ സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് സിറ്റിക്കായിരിക്കും കിട്ടാൻ ചാൻസ് ഉള്ളത്? ന്യൂഡൽഹി ആയിരിക്കോ? അല്ല കേട്ടോ, ന്യൂഡൽഹി അല്ല, നോയിഡയാണ്. നോയിഡയാണ് വാട്ടർ വാരിയർ സിറ്റി എന്ന് പറയുന്ന ടൈറ്റിൽ കിട്ടിയിട്ടുള്ളത്. വാട്ടർ വാരിയർ സിറ്റി ടൈറ്റിൽ ലഭിച്ച സിറ്റി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നോയിഡയാണ്. ആ ടൈറ്റിൽ ഗിവൺ ചെയ്തത് ആരാണ്? മിനിസ്ട്രി ഓഫ് ജൽശക്തിയാണ്. ഏതാണ്? മിനിസ്ട്രി ഓഫ് ജൽശക്തിയാണ് ആ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ ബെസ്റ്റ് സീവേജ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബെസ്റ്റ് സീവേജ് ട്രീറ്റ്മെന്റിനും അതുപോലെ വാട്ടർ റീയൂസിനും വേണ്ടിയിട്ട് കൊടുക്കുന്ന ടൈറ്റിലാണ് വാട്ടർ വാരിയർ സിറ്റി എന്ന് പറയുന്നത്. ആ ടൈറ്റിൽ കിട്ടിയ സിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നോയിഡയാണ്. ഏതാണ്? നോയിഡയാണ് ആ ഒരു ടൈറ്റിൽ കിട്ടിയ സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഗൂഗിൾ റീബ്രാൻഡഡ് ഇറ്റ്സ് ചാറ്റ് ബോട്ട് ബാർ ആസ്. ഗൂഗിള് ചാറ്റ് ബോട്ട് ബ്രാൻഡ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? റീബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എന്തിലേക്കാണ് റീബ്രാൻഡ് ചെയ്തിട്ടുള്ളത്? ജെമിനി, ബോ AI, ഗൂഗിൾ AI, ലെക്സ്. ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങളുടെ ഫോണിൽ തന്നെ വന്നിട്ടുണ്ടാവും ഗൂഗിൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഗൂഗിൾ ഇത് നോക്കുമ്പോൾ ജെമിനി എന്നല്ലേ പറഞ്ഞു കാണിക്കുന്നത്. അപ്പൊ ഏതാണ് ആൻസർ? ജെമിനി. അപ്പൊ ഗൂഗിൾ റീബ്രാൻഡ് ഇറ്റ്സ് ചാറ്റ് ബോട്ട് ആസ് ജെമിനി. ഓക്കെ, അപ്പൊ ജെമിനി ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ലെക്സി എന്താണ്? നിങ്ങൾക്ക് ലെക്സി എന്താണെന്ന് അറിയാമോ? ലെക്സി ഇന്ത്യസ് ഫസ്റ്റ് ചാറ്റ് GPT ആണ് ലെക്സി എന്ന് പറയുന്നത്. അപ്പൊ AI പവേർഡ് ആയിട്ടുള്ള ഒരു ചാറ്റ് GPT ആണ് എന്തെന്ന് പറയുന്നത്? ലെക്സി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യസ് ഫസ്റ്റ് ചാറ്റ് GPT ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലെക്സി ആണ്. ഇനി മൈക്രോസോഫ്റ്റ് ബാക്ക്ഡ് AI ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് ചാറ്റ് GPT ഡെവലപ്ഡ് ബൈ ഓപ്പൺ AI. ഓപ്പൺ AI ഡെവലപ്പ് ചെയ്ത ഒരു ചാറ്റ് GPT ആണ് മൈക്രോസോഫ്റ്റ് ബാക്ക്ഡ് AI ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വീണ്ടും ഗൂഗിൾ റീബ്രാൻഡ് ചെയ്തേക്കാണ് അവരുടെ ചാറ്റ് ബോട്ട്. എന്തിലേക്കാണ് റീബ്രാൻഡ് ചെയ്തിട്ടുള്ളത്? ജെമിനിയിലേക്കാണ് റീബ്രാൻഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, കാരണം ആവറേജ് ടു ഹാർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് നോർമലായിട്ട് കേട്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ പഠിച്ചു വെച്ചോളാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എന്നാൽ അറിഞ്ഞിടാത്തവർ അതുകൂടി പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, next question. Okay, which institute launched iOncology.ai platform? iOncology.ai platform launch ചെയ്യുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. IIT മദ്രാസ്, AMU, എയിംസ് ഡൽഹി, IIT കാൺപൂർ. ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? iOncology.ai പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ലോഞ്ച് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എയിംസ് ഡൽഹിയാണ് കേട്ടോ. എയിംസ് ഡൽഹിയാണ് ഈ പറയുന്ന പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ബ്രസ്റ്റ് ആൻഡ് ബ്രസ്റ്റ് ക്യാൻസർ ഏർലി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ത് ചെയ്തിട്ടുള്ളത്? ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, iOncology.ai എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം ആണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒവേറിയൻ ആൻഡ് ബ്രസ്റ്റ് ക്യാൻസർ മുന്നേ കൂട്ടി അറിയാൻ വേണ്ടിയിട്ട്, ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? എയിംസ് ഡൽഹിയാണ്. ഓക്കെ, ഏതാണ്? എയിംസ് ഡൽഹിയാണ്. എയിംസ് ഡൽഹിയോടൊപ്പം തന്നെ ഏത് കൂടെ ഉണ്ട്? എയിംസ് ഡൽഹി ആൻഡ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് പൂനെ. ഓക്കെ, സെന്റർ ഫോർ ഡെവലപ്പിംഗ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് പൂനെ. അപ്പൊ ഇവർ രണ്ടുകൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഫോർ ഏർലി ഡിറ്റക്ഷൻ ഓഫ് എന്താണ്? ബ്രസ്റ്റ് ആൻഡ് ഒവേറിയൻ ക്യാൻസർ. ബ്രസ്റ്റ് ആൻഡ് ഒവേറിയൻ ക്യാൻസർ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്.
ഇന്ത്യ സൈൻഡ് പ്രോട്ടോകോൾ ഓൺ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എഗ്രിമെന്റ് വിത്ത് വിച്ച് കൺട്രി? ഏത് കൺട്രിയുമായിട്ടാണ് ന്യൂക്ലിയർ റിയാക്ടർ എഗ്രിമെന്റ് ഇന്ത്യ ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? റഷ്യ, ഫ്രാൻസ്, ജപ്പാൻ, USA. നിങ്ങൾക്ക് ഏതാ തോന്നുന്നത്? ഏത് രാജ്യമായിട്ടായിരിക്കും ഇന്ത്യ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എഗ്രിമെന്റ് പ്രോട്ടോകോൾ സൈൻ ചെയ്തിട്ടുള്ളത്? ഏത് കൺട്രി ആയിട്ടായിരിക്കും? ഏത് കൺട്രിയാണ്? റഷ്യയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യ റഷ്യയുമായിട്ടാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എഗ്രിമെന്റ് പ്രോട്ടോകോൾ എന്ത് ചെയ്തിട്ടുള്ളത്? സൈൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫലമായിട്ട് നമ്മൾ തമിഴ്നാട്ടിലെ കൂടംകുളം ഇല്ലേ, കൂടംകുളം ന്യൂക്ലിയർ റിയാക്ടറിൽ ആ ഒരു പുതിയ റിയാക്ടേഴ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാണ്. അപ്പോൾ കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ ഒരു പുതിയ റിയാക്ടേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള പ്രോട്ടോകോൾ ആരുമായിട്ടാണ് സൈൻ ചെയ്തിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയുമായിട്ടാണ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ റഷ്യയുമായിട്ട് ഇന്ത്യ സൈൻ ചെയ്ത പുതിയ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് തമിഴ്നാട്ടിലെ കൂടംകുളം പവർ പ്ലാന്റിലാണ് എന്ത് ചെയ്യുന്നത്? പുതിയ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് സിറ്റി ഈസ് ദ വേൾഡ്സ് മോസ്റ്റ് ട്രാഫിക് സിറ്റി? ട്രാഫിക് സിറ്റി ആയിട്ട് അറിയപ്പെടുന്ന സിറ്റി ഏതാണ്? നോർമലി ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രാഫിക് സിറ്റി, വേൾഡ്സ് മോസ്റ്റ് ട്രാഫിക് സിറ്റി എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലണ്ടൻ, ന്യൂഡൽഹി, മുംബൈ, ബംഗളൂരു. ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഏതായിരിക്കും വേൾഡ്സ് മോസ്റ്റ് ട്രാഫിക് സിറ്റി എന്നറിയപ്പെടുന്നത്? ഏത് സിറ്റി ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഏതെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഏതായിരിക്കും? ലണ്ടൻ ആണ് കേട്ടോ. ലണ്ടൻ ആണ് വേൾഡ്സ് മോസ്റ്റ് ട്രാഫിക് സിറ്റി. ലണ്ടൻ തന്നെ സ്ലോവസ്റ്റ് സിറ്റി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ലണ്ടന് തന്നെ എന്ത് സിറ്റി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്? സ്ലോവസ്റ്റ് സിറ്റി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് ലണ്ടൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ വേൾഡ്സ് മോസ്റ്റ് ട്രാഫിക് സിറ്റി എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുക്കാൻ കാരണമായ ഒരു ഇൻഡെക്സ് ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ടോം ട്രാഫിക് ഇൻഡെക്സ് ടോം ട്രാഫിക് ഇൻഡെക്സ് റിപ്പോർട്ട് 2024 പ്രകാരമാണ് എന്ത് വന്നിട്ടുള്ളത്? 2023 പ്രകാരമാണ് എന്ത് വന്നിട്ടുള്ളത്? മോസ്റ്റ് ട്രാഫിക് സിറ്റി എന്നുള്ള ടൈറ്റിൽ ഏത് സിറ്റിക്കാണ് കിട്ടുന്നത്? ലണ്ടന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ മോസ്റ്റ് സ്ലോവസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞ ടൈറ്റിലും ഏത് സിറ്റിക്കാണ് കിട്ടിയിട്ടുള്ളത്? ലണ്ടനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അതുപോലെ സെക്കൻഡ് മോസ്റ്റ് കൺജസ്റ്റഡ് സിറ്റി എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കിട്ടിയിട്ടുള്ളത് ഏത് സിറ്റിക്കാണെന്ന് അറിയാമോ? ബംഗളൂരിനാണ്. ഓക്കെ, സെക്കൻഡ് മോസ്റ്റ് കൺജസ്റ്റഡ് സിറ്റി എന്ന് പറയുന്ന ടൈറ്റിൽ കിട്ടിയിട്ടുള്ളത് ഏത് സിറ്റിക്കാണ്? ബംഗളൂരിനാണ്. അപ്പോൾ വേൾഡ്സ് മോസ്റ്റ് ട്രാഫിക് സിറ്റി എന്ന് പറയുന്ന ടൈറ്റിൽ ഏതാണ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? ലണ്ടനാണ്. ടോം ട്രാഫിക് റിപ്പോർട്ട് 2023 പ്രകാരമാണ് ഇത്. ട്രാഫിക് ഇൻഡെക്സ് റിപ്പോർട്ട് 2023 പ്രകാരമാണ് ആ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്ലോവസ്റ്റ് സിറ്റി എന്ന് പറയുന്ന ടൈറ്റിലും ആർക്ക് തന്നെയാണ്? വേൾഡ്സ് സ്ലോവസ്റ്റ് സിറ്റി എന്ന് പറയുന്ന ടൈറ്റിൽ ആർക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്? ലണ്ടൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which country hosted World Government Summit 2024? 2024 World Government Summit ഹോസ്റ്റ് ചെയ്തത് ഏത് കൺട്രി ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് കൺട്രിയാണ് വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റ് 2024 ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഏതാണ്? USA, ഒമാൻ, UAE, UK. ഏതായിരിക്കും ആൻസർ വരുന്നത്? UAE ആണ് കേട്ടോ. ഏതായിരിക്കും? UAE ആണ് ആൻസർ വരുന്നത്. അപ്പൊ UAE ആണ് ഗവൺമെന്റ് സബ്മിറ്റ്, വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റ് 2024 ഹോസ്റ്റ് ചെയ്തത് ഏത് കൺട്രി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കൺട്രിയാണ്? UAE ആണ്. ഓക്കെ, അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ PM ആയിട്ടുള്ള നരേന്ദ്രമോദി തന്നെയാണ്. അപ്പോൾ അബുദാബിയിലുള്ള ബാബ്സ് ഹിന്ദു മന്ദിറിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് നടത്തിയിട്ടുള്ളത്. ഇനാഗുറേറ്റ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ PM ആയിട്ടുള്ള നരേന്ദ്രമോദി തന്നെയാണ് ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാണ്. ഏത് കൺട്രിയാണ് വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റ്? ഏതാണ് വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റ് 2024 ഹോസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? UAE ആണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. UAEയിലെ അബുദാബിയിൽ വെച്ചിട്ട് ബാബ്സ് ഹിന്ദു മന്ദിർ. ഏതാണ്? ബാബ്സ് ഹിന്ദു മന്ദിറിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് പോയത് PM നരേന്ദ്രമോദിയാണ്. ഇനാഗുറേഷൻ നടത്തിയത് ആരാണ്? PM നരേന്ദ്രമോദി തന്നെയാണ്. ഓക്കെ ആണോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഇനാഗുറേറ്റഡ് സൂരജ് കുണ്ട് മേള 2024? ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, നല്ല രീതിക്ക് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സൂരജ് കുണ്ട് മേള 2024 ഇനാഗുറേറ്റ് ചെയ്തത് ആരാണ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരായിരിക്കും? നിങ്ങൾക്ക് മോസ്റ്റ്ലി ഓപ്ഷൻ എ ആയിരിക്കും അല്ലേ തോന്നുന്നത്, PM മോദി ആയിരിക്കും എന്നുള്ളത്. PM മോദി അല്ല കേട്ടോ, PM മോദി അല്ല. ഇനി ആരായിരിക്കും എന്നുള്ളത് നിങ്ങൾ നോക്കിയേ. ജഗദീപ് ധങ്കർ ആണോ, അതോ ദ്രൗപദി മുർമു ആണോ, അമിത് ഷാ ആണോ ഈ ഒരു ഇനാഗ്രേഷൻ നടത്തിയിട്ടുള്ളത്? മോസ്റ്റ്ലി ആരായിരിക്കും? സൂരജ് കുണ്ട് മേള, ഏതാണ്? സൂരജ് കുണ്ട് മേള 2024 ആരാണ്? ദ്രൗപദി മുർമു ആണ്. ദ്രൗപദി മുർമു ആണ് ഈ ഒരു ഇത് എന്തിട്ടുള്ളത്, ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം സൂരജ് കുണ്ട് മേള ഇനാഗ്രേറ്റ് ചെയ്തത് ദ്രൗപദി മുർമു ആണ്. എവിടെ വെച്ചാണ് നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫരീദാബാദ് ആണ്. ഓക്കെ, ഫരീദാബാദ് ഹരിയാന, ഡൽഹിറ്റ് ഫരീദാബാദ് ഹരിയാനയിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടത്തിയിരിക്കുന്നത്. സൂരജ് കുണ്ട് മേള നടത്തിയിരിക്കുന്നത് എവിടെയാണ്? ഫരീദാബാദ് ഹരിയാനയാണ്. എത്രാമത്തെ എഡിഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 37th എഡിഷൻ ആണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഈ 2024 കഴിഞ്ഞത് എത്രാമത്തെ എഡിഷൻ ആണ്? 37th എഡിഷൻ ആണ്. തീം സ്റ്റേറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് ആണ്. തീം സ്റ്റേറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് ആണ്. ഓക്കെ, ഇനി അതിന്റെ പാർട്ണർ കൺട്രി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻസാനിയാണ്. താൻസാനിയാണ് പാർട്ണർ കൺട്രി. തീം സ്റ്റേറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് ആണ്. അത് 37th എഡിഷൻ ആണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എവിടെ വെച്ചാണ്? ഫരീദാബാദിൽ ഹരിയാനയിൽ വെച്ചിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ദ്രൗപദി മുർമു ആണ് ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്. ഏത് ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്? സൂരജ് കുണ്ട് മേള 2024. ഓക്കെ, ഫെസ്റ്റിവൽസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രാറ്റജിക്കലായാലും കറണ്ട് അഫയേഴ്സിലായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മെയിൻ ടോപ്പിക്കാണ് ഫെസ്റ്റിവൽസ്, അവാർഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അതുപോലെ ഡാൻസസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് എക്സാം എടുത്താലും ഫെസ്റ്റിവൽസ് കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുപോലെ ഡാൻസസ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചോളാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വരാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, കൂടുതലായിട്ട് ചോദിച്ചു വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചോളാം. ഒരു ക്വസ്റ്റ്യനും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ മോസ്റ്റ്ലി എവിടെ നിന്നാണ് ചോദിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാം. നമുക്ക് മോസ്റ്റ്ലി ഇന്നടത്ത് നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, എന്നാൽ ഈ ഒരു ഭാഗത്തുനിന്നൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്, അതുപോലെ സ്ട്രാറ്റജിക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം വാസ്റ്റ് ടോപ്പിക്കാണ്. അത് നമുക്ക് പഠിച്ചു തീർക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം നമ്മൾ ആഡ് ഓൺ ചെയ്ത് പോവേണ്ട ഒരു കാര്യമുണ്ട്. ആഡ് ഓൺ ചെയ്താൽ മാത്രം പോലെ നമ്മൾ മെമ്മറിയിൽ നിർത്തേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റിവിഷൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തോളാം. റിവിഷൻ ആണ് നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാനുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം. അല്ലാതെ നിങ്ങൾ പഠിച്ചു എന്ന് കരുതി നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം മെമ്മറിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് എല്ലാം നിങ്ങളുടെ മെമ്മറിയിൽ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോടെ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സും സ്ട്രാറ്റജിക്ക് എല്ലാം നിങ്ങൾ ഫീഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈമിൽ നിങ്ങൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്, എക്സാമിൻ്റെ ആ ഒരു ടെൻഷനിൽ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റിവിഷൻ ചെയ്തോളാം. നിങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ പഠിക്കുന്നത് ശനിയാഴ്ച മസ്റ്റായിട്ട് റിവിഷൻ ചെയ്തോളാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മെമ്മറിയിൽ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി വിശ്വസിക്കുന്നു. നോട്ട്സ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾ എഴുതി പഠിച്ചോളാം. ഓക്കെ, താങ്ക് യു.